ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഭരണഘടനാ ലംഘനങ്ങളെ ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യമാണ് രാജ്യത്തിനുള്ളതെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഭരണഘടനയ്ക്ക് രാജ്യത്തിന്റെ ജനിതക ഘടനയുണ്ടെന്നും സ്പീക്കർ. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയതായി ആക്ഷേപം. കർണംകോട്ട് ബസാർ സ്വദേശി മുസ്തഫയാണ് ജീവനൊടുക്കിയത്. കോടശ്ശേരി ചെമ്പൻകുന്നിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. വടക്കേക്കര വീട്ടിൽ ലിൻഡോ ജോർജാണ് തൂങ്ങി മരിച്ചത്. മാള വലിയ പറമ്പിൽ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിൽ മോഷണം. നവരത്നം ജ്വല്ലറി വർക്സിലാണ് മോഷണം നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായ വിളക്കാഘോഷം നവംബർ 1 തുടങ്ങും. ഒരു മാസക്കാലം ക്ഷേത്രനഗരി ഉത്സവലഹരിയിലാകും. കുന്നംകുളം പുതുശ്ശേരിയിൽ പഞ്ചായത്ത് കുളത്തിൽ വീണ യുവാവ് മുങ്ങി മരിച്ചു. ചൂണ്ടൽ സ്വദേശി കുട്ടനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ഭരണഘടനയ്ക്ക് രാജ്യത്തിന്റെ ജനിതക ഘടനയുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഭരണഘടനാ ലംഘനങ്ങൾ കുറച്ചു കാലത്തേക്ക് മാത്രമാണ് ഉള്ളതെന്നും അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യമാണ് രാജ്യത്തിനുള്ളതെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. അന്നമനട പഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ച ഡോക്ടർ BR അംബേദ്കർ സ്മാരക ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ചെറുത്തുനിൽപ്പ് ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അംബേദ്കറുടെ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വർത്തമാന ഇന്ത്യയിൽ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്. ഭരണഘടനയെ എത്രനാൾ സംരക്ഷിക്കാനാകുമെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ടെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുൻപിൽ ആശങ്കയില്ലാതാകുന്ന കാലം വിദൂരമല്ലെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK സതീശൻ, മഞ്ജു സതീശൻ, KA ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. 1300 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ലൈബ്രറിയിൽ ഇപ്പോൾ 5000-ഓളം പുസ്തകങ്ങളാണ് ഉള്ളത്. ഈ രാജ്യത്തിന്റെ ഭരണഘടന എത്ര കാലം ഇതുപോലെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും എന്ന ശങ്ക നിങ്ങളെപ്പോലെ ഞാൻ പങ്കുവെക്കുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഒരു ഒപ്റ്റിമിസ്റ്റാണ്, ശുഭാപ്തി വിശ്വാസമുള്ളതാണ്. എന്താണ് ശുഭാപ്തി വിശ്വാസം എന്നത്? ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ജനിതകമായ ഒരു ഘടനയുണ്ട്. ആ ഘടന എല്ലാ അറഗൻസിനെയും രാഷ്ട്രീയത്തെയും ഏറെക്കാലം അംഗീകരിക്കാൻ ഈ രാജ്യത്തെ ഭരണഘടന തയ്യാറായിട്ടില്ല. പ്രാദേശിക ഭരണസിരാ കേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസുകൾ ജനസേവന കേന്ദ്രങ്ങളാകണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സേവകരാണെന്നും വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരോട് അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകണമെന്നും സ്പീക്കർ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ വേർതിരിവില്ലാതെ പിന്തുണ നൽകണം. വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ വലിയ സഹകരണമുണ്ടായാൽ മാത്രമേ നാട്ടിൽ പുരോഗതി ഉണ്ടാകുകയുള്ളൂ. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ സംസ്കരണമാണെന്നും മാലിന്യമുക്ത ക്യാമ്പയിനിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞാൻ അടിവരയിട്ട് പറയുന്നത്, ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ഓഫീസ്. ജനസേവകന്മാരാണ് നമ്മൾ ഓരോരുത്തരും. വികസനത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് യോജിപ്പിലൂടെ മുന്നോട്ട് പോയ നാട് മാത്രമേ വികസിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ യോജിച്ചു പോകാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്നുള്ളതാണ്. തെരുവ് നായ നല്ലോണം കടിക്കും, തിന്നും. മനുഷ്യനേക്കാൾ നല്ല ഇറച്ചി മീനും കിട്ടും നായിക്കാണ്. അത് കിട്ടാതിരിക്കും, മനുഷ്യനെ കടിക്കാൻ വരും. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി എടുക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനം മാലിന്യം പൊതുവഴി തള്ളുന്നവർക്കെതിരെ കർക്കശമായ നിലപാടാണ്.
AC മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ UK മണി, TK ദേവസി, K ശാരദാമ്മ, AK കണ്ണൻ, സിജി ജോൺ, മീന സലമോൻ എന്നിവരെയും മുൻ പഞ്ചായത്ത് മെമ്പർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ MP K രാധാകൃഷ്ണൻ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, സേവ്യർ ചിറ്റിലപ്പിള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഭീസ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. TCV എരുമപ്പെട്ടി. ആയുർവേദ മേഖലയിൽ കേരളം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. പുന്നയൂർ ആയുർവേദ ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ആയുർവേദത്തിന് സാധിക്കുന്നുണ്ട്. പല ചികിത്സാ സംവിധാനങ്ങളും പരാജയപ്പെടുന്നിടത്ത് ആയുർവേദം വഴി അസുഖം ഭേദമാകുന്നത് കാണാൻ കഴിയുമെന്നും ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി വിദേശികളാണ് ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിൽ വരുന്നത് എന്നും സ്പീക്കർ പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KA വിശ്വനാഥൻ, AK വിജയൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AS ഷിഹാബ്, ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ബീനാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ ടെക്നിക്കലി ഞങ്ങളുടെ ജില്ലയല്ല, കോഴിക്കോട് ജില്ലയാണ്. പക്ഷേ ഇഷ്ടംപോലെ ഫോറിനേഴ്സ് വരുന്ന ഒരു ആയുർവേദ സെന്ററാണ്. ഫോറിനേഴ്സ് ഇഷ്ടം പോലെ വരും. ഞങ്ങൾ വെറുതെ ഫോറിനേഴ്സിനെ കൂട്ടിക്കൊണ്ട് ഓരോ പരിപാടിക്ക്. അപ്പൊ ആയുർവേദത്തിന്റെ അനന്ത സാധ്യത ചെറുതല്ല, വലിയ സാധ്യതയുള്ള, പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മെഡിക്കൽ വിഭാഗമാണ് ആയുർവേദം എന്ന് അടിപൊളിയാണ്. NK അക്ബർ MLAക്ക് നിയമസഭാ സ്പീക്കർ AN ഷംസീറിന്റെ പ്രശംസ. തുടക്കക്കാരൻ എന്ന നിലയിൽ മികച്ച സാമാജികനാകാൻ NK അക്ബർ MLAക്ക് സാധിച്ചുവെന്ന് നിയമസഭാ സ്പീക്കർ. പുന്നയൂർ പഞ്ചായത്ത് എടക്കഴിയൂരിൽ പുതിയതായി പണിത ആയുർവേദ ആശുപത്രി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച MLAയെ സ്പീക്കർ പ്രശംസിച്ചത്. നന്നായി നിയമസഭയിൽ ഇടപെടുന്ന, സജീവമായി ഭരണപക്ഷം പ്രതിസന്ധിയിലാകുമ്പോൾ പ്രതിസന്ധിക്കകത്ത് ഭരണപക്ഷത്തെ രക്ഷിക്കാൻ മുന്നിൽ വരുന്ന ഒരു സാമാജികൻ കൂടിയാണ് ശ്രീ NK അക്ബർ. എന്നാൽ തന്നെ അച്ചടക്കമുണ്ട്. സ്പീക്കർ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഒരു അച്ചടക്കമുള്ള വിദ്യാർത്ഥിയെ പോലെ സ്പീക്കറുടെ റൂളിംഗ് പാലിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സാമാജികൻ കൂടിയാണ് അദ്ദേഹം. എപ്പോഴും പഠിക്കാനുള്ള മനസ്സുണ്ട്. പാർലമെന്റ് രംഗത്തേക്ക്, പൊതുരംഗത്തേക്ക് വന്നിട്ടും തന്റെ പഠിക്കാനുള്ള ആഗ്രഹം ഫലപ്രാപ്തിയിൽ എത്തിച്ചുകൊണ്ട് പാർലമെന്ററി സ്റ്റഡീസിന്റെ സർട്ടിഫിക്കറ്റ് കുറിച്ച് നേടിയ ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ് ശ്രീ NK അക്ബർ. കാര്യങ്ങൾ നന്നായി പഠിച്ചു മാത്രമേ NK അക്ബർ MLA സഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കാറുള്ളൂവെന്നും നിയമസഭാ സാമാജികർക്കുള്ള പഠന ക്ലാസ്സിൽ അദ്ദേഹം നല്ല രീതിയിൽ വിജയിച്ചുവെന്നും പാർലമെന്ററി സ്റ്റഡീസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചുവെന്നും സ്പീക്കർ പറഞ്ഞു. സഭയിൽ ഭരണപക്ഷം പ്രതിസന്ധിയിലാകുമ്പോൾ ഭരണപക്ഷത്തിന് വേണ്ടി ഇടപെടൽ നടത്തുവാൻ മുന്നിൽ വരികയും അതേസമയം തികഞ്ഞ അച്ചടക്കം പാലിക്കുകയും ചെയ്യുന്ന സാമാജികൻ കൂടിയാണ് NK അക്ബർ എന്നും സ്പീക്കർ വ്യക്തമാക്കി. TCV ചാവക്കാട്. ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്യാനിടയായത് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി മൂലമാണെന്ന് പരാതി. ഗുരുവായൂർ നഗരസഭയുടെ മഞ്ജുളാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കച്ചവടം നടത്തുന്ന കർണങ്കോട്ട് ബസാർ മേക്കണ്ടനകത്ത് മുത്തു എന്ന് വിളിക്കുന്ന മുസ്തഫയെയാണ് കഴിഞ്ഞ 10-ന് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരൻ ഹക്കീമാണ് ഇത് സംബന്ധിച്ച് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. 1.5 വർഷം മുൻപാണ് നെന്മിനി തൈവളപ്പിൽ പ്രജിലേഷ്, ചൊവ്വല്ലൂർപ്പടി സ്വദേശി വിവേക് എന്നിവരിൽ നിന്ന് 6 ലക്ഷം രൂപ വീതം പലിശക്കെടുത്തതായി പരാതിയിൽ പറയുന്നത്. 20% പലിശ നിരക്കിൽ 50 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാം എന്ന ധാരണയിലാണ് പണം വാങ്ങിയതെന്ന് വീട്ടുകാരും പറയുന്നു. പലിശ മുടങ്ങുമ്പോൾ ഇവർ വീട്ടിലും കടയിലും എത്തി കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി സഹോദരൻ ഹക്കീം പറഞ്ഞു. സുഖമില്ലാതെ മുസ്തഫയെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കാറിൽ കയറ്റി മർദ്ദിച്ചു. വീട്ടിലെത്തി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ മർദ്ദിച്ചു. മുസ്തഫയുടെ പേരിൽ ഉണ്ടായിരുന്ന 3.5 സെന്റ് സ്ഥലം പലിശക്കാർ എഴുതി വാങ്ങി. 6 ലക്ഷം രൂപ വാങ്ങിയതിന് മുതലും പലിശയുമായി 40 ലക്ഷം രൂപയോളം നൽകിയെന്നും തുടർന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും വീട്ടുകാർ പറഞ്ഞു. കൊടും പലിശക്കാരുടെ ഭീഷണിയും കാരണമാണ് എന്തൊക്കെ മരണപ്പെട്ടത്. അതിനുള്ള 40 ലക്ഷം രൂപ 6 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രം പലിശ കൊടുത്തിട്ടുണ്ട്. ഈ മരണപ്പെടുന്ന 2 ദിവസം മുന്നേ
അടക്കം കാറിലടക്കം കയറ്റി പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏട്ടന്റെ ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ചിട്ട് അടക്കം മർദ്ദിക്കുകയുണ്ടായി, അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒറ്റ കാരണത്താലാണ് എൻ്റെ അക്ക മരണപ്പെട്ടുള്ളത്. മരണമൊഴിയിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുമുണ്ട്. മുസ്തഫയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും ഗുരുവായൂർ SP C പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. കോടശ്ശേരി ചെമ്പൻകുന്നിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് തൂങ്ങിമരിച്ചു. മാനസിക സമ്മർദ്ദത്താലാണ് മരണമെന്നാരോപിച്ച് വീട്ടുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തു വന്നു. ചെമ്പൻകുന്ന് വടക്കേക്കര വീട്ടിൽ ജോർജിന്റെ മകൻ 41 വയസ്സുള്ള ലിൻഡോ ജോർജാണ് ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. 2 ആഴ്ച മുൻപ് കുറ്റിച്ചിറയിലുണ്ടായ സംഘർഷത്തിലെ പ്രതിയെ പിടികൂടുന്നതിന്റെ ഭാഗമായാണ് ലിൻഡോയെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ മാസം 13-നായിരുന്നു സംഭവം. കുറ്റിച്ചിറയിൽ വടിവാളുകൊണ്ട് മറ്റൊരു യുവാവിനെ വെട്ടിയ കേസിലെ പ്രതി ലിൻഡോയുടെ സുഹൃത്ത് ഡെയ്സൺ എന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു. ഡെയ്സൺ ഒളിവിൽ പോയതിനെ തുടർന്നാണ് സുഹൃത്തായ ലിൻഡോയെ കസ്റ്റഡിയിലെടുത്തത്. ഡെയ്സനെ പിന്നീട് അറസ്റ്റ് ചെയ്തു. ലിൻഡോയെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസിനെതിരെ രംഗത്തു വന്നു. മാള വലിയപറമ്പിൽ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിൽ മോഷണം. ഷട്ടർ താഴിട്ട് പൂട്ടുന്ന കുറ്റി തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 1.5 പവന്റെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. ആലത്തൂർ സ്വദേശി പഷ്ണത്ത് രവീന്ദ്രന്റെ നവരത്നം ജ്വല്ലറി വർക്ക്സിലാണ് മോഷണം നടന്നത്. മാള SI PM റഷീദിന്റെ നേതൃത്വത്തിലുള്ള പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. തൊട്ടടുത്ത കടയുടെ സമീപത്തു നിന്നും ഫ്ലെക്സ് ബോർഡ് എടുത്തുകൊണ്ടുവന്ന് മറവച്ചാണ് ഷട്ടർ തകർത്തിട്ടുള്ളത്. സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറ നീക്കം ചെയ്താണ് മോഷണം നടത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 2ഓടെയാണ് സംഭവം. മോഷ്ടാവ് വരുന്നതും ബോർഡ് മറവയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞപ്പോൾ ലഭിച്ച ശബ്ദം കേട്ടാണ് രവീന്ദ്രനും മകനും എത്തിയത്. സമീപത്തെ മറ്റൊരു കടയുടെ മുൻപിൽ ഉണ്ടായിരുന്ന ടെലിഫോൺ സ്റ്റാൻഡ് ഇളക്കിക്കൊണ്ടുപോയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായ വിളക്കാഘോഷം നവംബർ 1-ന് തുടങ്ങും. 1 മാസക്കാലം ക്ഷേത്രനഗരി ഉത്സവലഹരിയിലാകും. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവരുടെ വഴിപാടായി 30 ദിവസം ചുറ്റുവിളക്കുണ്ടാകും. പാലക്കാട് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വക ചുറ്റുവിളക്കോടെയാണ് വിളക്കാഘോഷങ്ങളുടെ തുടക്കം. ദശാബ്ദങ്ങളായി വിളക്കാഘോഷം തുടങ്ങുന്നത് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വിളക്കാഘോഷത്തോടെയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ചാവക്കാട് മുൻസിഫ് കോടതി, ഗുരുവായൂർ പോലീസ്, ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ, പോസ്റ്റൽ വിളക്ക് എന്നിവ ആഘോഷിക്കും. അവസാന ദിവസങ്ങളിൽ പുരാതന തറവാട്ടുകാരുടെ വക വിളക്കാഘോഷമാണ്. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് നറുനെയ് ഉപയോഗിച്ച് വിളക്കുകൾ തെളിയിക്കുന്ന വിളക്കാഘോഷങ്ങളാണ് ഏറെയും. വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മേളത്തോടെയുള്ള ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാദസ്വരം എന്നിവയോടെയുള്ള വിളക്കെഴുന്നള്ളിപ്പ്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവം നവംബർ 16-ന് തുടങ്ങും. 17-ന് രാവിലെ മുതലാണ് സംഗീതാർച്ചനകൾ ആരംഭിക്കുക. തുടക്കക്കാർ മുതൽ പ്രഗത്ഭർ വരെ ഗുരുവായൂരപ്പന് മുൻപിൽ സംഗീതാർച്ചന നടത്താനെത്തും. ഡിസംബർ 1-നാണ് ഏകാദശി. ഏകാദശി ദിവസം ഗുരുവായൂർ ദേവസ്വത്തിന്റെ വക ചുറ്റുവിളക്കാഘോഷമാണ്. TCV ഗുരുവായൂർ. കുന്നംകുളം പുതുശ്ശേരി പഞ്ചായത്ത് കുളത്തിൽ വീണ യുവാവ് മുങ്ങിമരിച്ചു. ചൂണ്ടൽ സ്വദേശി കുമ്പളപ്പറമ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള കുട്ടനാണ് മരിച്ചത്. കുളത്തിൽ വസ്ത്രം കഴുകാൻ എത്തിയ യുവാവ് കുളത്തിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു. സംഭവം കണ്ട് ബൈക്കിൽ പോവുകയായിരുന്ന 2 യുവാക്കൾ കുളത്തിൽ ഇറങ്ങി യുവാവിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത്
അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. കുന്നംകുളത്ത് 4 ഗ്രാം മെത്താഫെറ്റമിനുമായി യുവാവിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി കരിയന്നൂർ സ്വദേശി കോരത്ത് വളപ്പിൽ വീട്ടിൽ സുജിത്തിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കാണിപ്പയ്യൂർ ആനായ്ക്കലിൽ വെച്ചാണ് പ്രതി അറസ്റ്റിലായത്. സ്കൂട്ടറിൽ ലഹരിവസ്തു വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഫൽഗുണൻ, സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ മധു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിതിൻ, മനോജ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റൂബി എന്നിവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. വീട്ടിൽ ഇലക്ട്രിക്കൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇലക്ട്രീഷ്യനെ പരിക്കേറ്റു. പെരിഞ്ഞനം സുജിത്ത് സ്വദേശി കദളിക്കാട്ടിൽ രാജനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ഇരിഞ്ഞാലക്കുടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വഞ്ചിപ്പുര സ്വദേശി വേളയിൽ ജമാലുവിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ പറമ്പിലെ തെങ്ങ് കടപുഴകി വീണത്. ഓടുമേഞ്ഞ വീടിന്റെ മുൻഭാഗം തകർന്നു. കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പീച്ചി ഡാം വ്യാഴാഴ്ച രാവിലെ 9 മുതൽ തുറക്കും. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് വെള്ളം തുറന്നുവിടുന്നതെന്ന് പീച്ചി ഹെഡ് വർക്ക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. KSEB ചെറുകിട വൈദ്യുതി ഉൽപാദന നിലയം വഴിയും റിവേഴ്സ് ലൂയിസ് വഴിയുമാണ് വെള്ളം തുറന്നുവിടുന്നത്. മണലി, കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഗുരുവായൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഡയറക്ടർമാർ കോൺഗ്രസ് പാർട്ടിയുടെ മറവിൽ കൊള്ളക്കാരായി മാറിയെന്ന് NK അക്ബർ MLA ആരോപിച്ചു. അർബൻ ബാങ്കിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർബൻ ബാങ്കിൽ 2023 315 കോടിയുടെ നിക്ഷേപമുണ്ടായിരുന്നത് 2025 164 കോടിയായി കൂപ്പുകുത്തി. 119 കോടി വായ്പ നൽകിയിരുന്ന ബാങ്കിന്റെ കിട്ടാക്കടം 32%. 3,70,00,000 രൂപയുടെ നഷ്ടത്തിലാണ് ബാങ്കിന്റെ പ്രവർത്തനം. റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം ബാങ്ക് വായ്പ നിർത്തിവച്ചിരിക്കുകയാണ്. ബാങ്ക് ക്ഷയിക്കുകയും ഡയറക്ടർമാർ കൊഴുക്കുകയുമാണെന്നും MLA പറഞ്ഞു. പടിഞ്ഞാറെ നടയിൽ നടന്ന പ്രതിഷേധ സദസ്സിൽ ചാവക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ബാസ് മാലിക്കുളം അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചുമതലയേറ്റ് നടത്തിയിരുന്ന ഒരു ബാങ്ക് കൊടുങ്ങല്ലൂരിൽ UDF നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് സീറ്റ് ധാരണയായി. ആകെയുള്ള 46 വാർഡുകളിൽ പുല്ലൂറ്റ് വില്ലേജിലെ വിയത്തുകുളം, നീലക്കംപാറ വാർഡുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. മറ്റുള്ള 44 വാർഡുകളിൽ മറ്റ് ഘടക കക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം ഉറപ്പിച്ചിരുന്ന തൈവെപ്പ് വാർഡ് ഒറ്റയക്ക ഭൂരിപക്ഷത്തിന് BJP പിടിച്ചെടുത്തു. വിയത്തുകുളം വാർഡിലും സൗഹൃദ മത്സരം മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കി. കോൺഗ്രസിലെയും ലീഗിലെയും ചില നേതാക്കളുടെ കടുംപിടുത്തമാണ് മുന്നണി ധാരണ തകിടം മറിച്ചത്. ഇത്തവണ നേരത്തെ സീറ്റ് വിഭജനം നടത്തിയതോടെ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. അന്തിക്കാട് മേനോൻ ഷെഡിന് സമീപത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പ് നിർത്തലാക്കാൻ ആരോഗ്യവകുപ്പ് അന്തിക്കാട് പഞ്ചായത്തിന് ശുപാർശ നൽകി. ക്യാമ്പിൽ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്യാമ്പ് അടയ്ക്കുവാൻ ആരോഗ്യവകുപ്പ് പഞ്ചായത്തിന് ശുപാർശ നൽകിയത്. ക്യാമ്പിൽ ശുചിമുറി മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കാതെ സമീപത്തുള്ള യോഗക്ഷേമ സഭയുടെ പറമ്പിലേക്ക് ഒഴുക്കുകയും അതുമൂലം അവിടുത്തെ കിണർ മലിനമാവുകയുമായിരുന്നു.
ശരിയായ രീതിയിൽ ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ സെപ്റ്റിക് ടാങ്കും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിക്കാൻ സമയം നൽകിയിട്ടും പാലിക്കാത്തതിനാൽ നിരവധി തവണ നോട്ടീസ് നൽകി പിഴ ഈടാക്കിയിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ PP ജയ്ജാൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MB ബിനോയ്, P ഷീന, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അശ്വതി സിദ്ധാർത്ഥൻ എന്നിവർ ആരോഗ്യവകുപ്പ് ജില്ലാ മേധാവി, ഹെൽത്ത് സൂപ്പർവൈസർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ പുത്തൻപള്ളി കാട്ടുപാടം റോഡിൽ കാനയിൽ ശുചിമുറി മാലിന്യം തള്ളി. മേഖലയിൽ ടാങ്കർ ലോറിയിൽ കൊണ്ടുവരുന്ന ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ബ്രാഹ്മണ സമൂഹമഠം റോഡിൽ വൻതോതിൽ മാലിന്യം തള്ളിയിരുന്നു. ഇതുമൂലം നാട്ടുകാർ ദുരിതത്തിലാണ്. മാലിന്യ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ വാഴാനി ഡാമിലെ മ്യൂസിക്കൽ ഫൗണ്ടന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി. കഴിഞ്ഞ ഫെബ്രുവരി 16-നാണ് ഫൗണ്ടന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. AC മൊയ്തീൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് വാഴാനി ഡാമിൽ സംഗീത ജലധാര അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചത്. ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് ടൂറിസം വകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിലെ സാങ്കേതികത്വം ഈ പദ്ധതിക്കും വിഘാതമായി. തുടർന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ടൂറിസം വകുപ്പ്, ജലസേചന വകുപ്പ് എന്നിവയുടെ സംയുക്ത യോഗം വിളിച്ചു ചേർക്കുകയും പ്രതിസന്ധി പരിഹരിക്കുകയുമായിരുന്നു. പൂൾ, കൺട്രോൾ റൂം നിർമ്മാണം, പ്ലംബിംഗ്, സിവിൽ പ്രവർത്തികൾ, ഇലക്ട്രിഫിക്കേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് മ്യൂസിക്കൽ ഫൗണ്ടൻ ഡിസൈൻ, സപ്ലൈ, ഇൻസ്റ്റലേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, മൾട്ടിമീഡിയ ഷോ, ലേസർ ആൻഡ് വീഡിയോ പ്രൊജക്ഷൻ ഓൺ അക്വാ സ്ക്രീൻ എന്നിവ ഉൾപ്പെട്ട പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഡാം പൂന്തോട്ടത്തിനുള്ളിലാണ് മ്യൂസിക് ഫൗണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലെ സ്വകാര്യ കരാർ കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. മ്യൂസിക് ഫൗണ്ടന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായതായി MLA സേവ്യർ ചിറ്റിലപ്പള്ളി അറിയിച്ചു. വ്യത്യസ്തങ്ങളായ നോസിലുകളിൽ നിന്ന് ശക്തിയായി പ്രവഹിക്കുന്ന വെള്ളം കൊണ്ടുണ്ടാക്കുന്ന സ്ക്രീൻ, ആ സ്ക്രീനിലാണ് മൾട്ടിമീഡിയ ഷോയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും നടക്കുന്നത്. തെക്കിങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, ഷൈനി ജേക്കബ്, VG സുരേഷ്, DTPC സെക്രട്ടറി ഇൻചാർജ് VG ഗോപിക തുടങ്ങിയവർ മ്യൂസിക് ഫൗണ്ടന്റെ ട്രയൽ റൺ പ്രവർത്തനം വിലയിരുത്താൻ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. TCV വടക്കാഞ്ചേരി. കല്ലൂർ ആലേങ്ങാടിൽ വീട്ടുകിണർ ഇടിഞ്ഞു. ആലേങ്ങാട് കൈപ്പിള്ളി വേലായുധന്റെ കിണറാണ് ഇടിഞ്ഞത്. വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞതോടെ വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരുകൾക്ക് വിള്ളലുണ്ടായ നിലയിലാണ്. വീടിന്റെ തറയ്ക്കും നാശനഷ്ടം സംഭവിച്ചു. കിണറിന്റെ വശങ്ങളും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ നിലയിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് പനംകുറ്റിച്ചിറ അങ്ങാടിയിൽ നിന്നും ഈ വർഷം വളയെടുപ്പ് ആഘോഷം നടക്കുമെന്ന് പനംകുറ്റിച്ചിറ അങ്ങാടി വളയെടുപ്പ് ആഘോഷ സമിതി ഭാരവാഹികൾ അറിയിച്ചു. വളയെടുപ്പ് നടത്തുന്നതിന് നേരത്തെ പോലീസ് കമ്മീഷണർ അനുമതി നൽകിയെങ്കിലും പിന്നീട് ഇത് റദ്ദാക്കുകയായിരുന്നു. ആഘോഷ സമിതി ഹൈക്കോടതിയെ സമീപിച്ചാണ് പുതിയ ഉത്തരവ് വാങ്ങിയത്. ഇതനുസരിച്ച് 23-ന് വൈകിട്ട് 8-ന് പനംകുറ്റിച്ചിറ സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന വളയെഴുന്നള്ളിപ്പ് വൈകിട്ട് 11:30 മുൻപായി പള്ളിയിൽ എത്തിച്ചേരും. വളയെടുപ്പ് ആഘോഷത്തിന്റെ ഭാഗമായി ഉയർത്തുന്ന അലങ്കാര പന്തലിലെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ വ്യാഴാഴ്ച വൈകിട്ട് 6-ന് നടക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ഡേവിസ് മാളിയേക്കൽ, ബോബിൻ ആലപ്പാടൻ, വളണ്ടിയർ ക്യാപ്റ്റൻ വിൽസൺ കാഞ്ഞിരത്തിങ്കൽ, ജീസൻ വടക്കേത്തല എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കേരള സ്കൂൾ ഗെയിംസ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് വിജയത്തിളക്കം. KS അശ്വിൻ കൃഷ്ണ, PS അശ്വിൻ എന്നിവരാണ് ജൂനിയർ വിഭാഗം കെട്ടുകാരി പയറ്റിനത്തിൽ 3-ാം സ്ഥാനത്തോടെ വിജയിച്ചത്. എരുമപ്പെട്ടി SMJ കേരള കളരി സംഘത്തിലാണ് ഇവർ കളരി അഭ്യസിക്കുന്നത്. കുന്നത്തേരി രമ്യ സജി ദമ്പതികളുടെ മകനാണ് അശ്വിൻ. കുന്നത്തേരി ശ്രീനിവാസൻ വിജി ദമ്പതികളുടെ മകനാണ് അശ്വിൻ കൃഷ്ണ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. നാട്ടിക പഞ്ചായത്ത് വികസന സദസ്സ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി ബാബു, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ അങ്കണവാടികൾക്ക് സ്ഥലം വിട്ടു നൽകിയ മുഹമ്മദ് അലി കോപ്പറമ്പിൽ, പ്രദേശ് മഹിളാ സമാജം ഭാരവാഹികളായ ചന്ദ്രവല്ലി ശിവൻ, ഉത്പാലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
അടുത്ത ദിവസം തന്നെ നടത്താനുള്ള ആലോചന കിട്ടിയിട്ടില്ല. പ്രകാരം അടുത്ത ദിവസം തന്നെ അത് കഴിയും. കൊമ്പൻ കപാലിയുടെ മദപ്പാടിൽ മലക്കപ്പാറയിലെ വിനോദസഞ്ചാര പെരുമയുടെ മേൽ ഭീതിയുടെ നിഴൽ പരത്തുന്നു. കാട്ടാന മണിക്കൂറുകളോളം നടുറോഡിൽ നിന്ന് വാഹനങ്ങൾ തടയുന്നതോടെ അക്ഷരാർത്ഥത്തിൽ കിഴക്കൻ മേഖല സ്തംഭിച്ചിരിക്കുകയാണ്. ഒപ്പം ആദിവാസി സമൂഹം അടക്കമുള്ള പാവപ്പെട്ടവരുടെ ദൈനംദിന ജീവിതവും. കേരളത്തിന് അകത്തും പുറത്തും നിന്നുമായി മലക്കപ്പാറയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അതിരപ്പിള്ളിയും വാഴച്ചാലും കണ്ട ശേഷം മലക്കപ്പാറ വാൽപ്പാറ വഴി പോകുന്ന നിരവധി സംഘങ്ങളും ഇപ്പോൾ സജീവമാണ്. ടൂറിസം വകുപ്പിന് ഇതുമൂലമുണ്ടാകുന്ന നേട്ടം ചില്ലറയല്ല. പരിയാരം മുതൽ അതിരപ്പിള്ളി വരെയുള്ള റിസോർട്ടുകാർക്കും വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് അനുഗ്രഹമാണ്. പ്രാദേശിക കച്ചവടക്കാരുടെ ജീവിതോപാധി കൂടിയാണ് അതിരപ്പിള്ളി മലക്കപ്പാറ പ്രകൃതി സൗന്ദര്യം. പക്ഷേ ഇതെല്ലാം കാട്ടാനകൾ തകർക്കുന്ന കാഴ്ചയാണ് ഏതാനും വർഷമായി കാനനപാതകളിൽ കാണുന്നത്. നാട്ടുകാരുടെ കൃഷിയിടത്തിലേക്ക് കൂട്ടത്തോടെ എത്തുന്ന ആനകൾ റോഡരികിൽ നിലയുറപ്പിക്കുമ്പോൾ യൂട്യൂബർമാർ ചുറ്റും കൂടുന്നതും അതിരപ്പിള്ളിയിലെ പൊതുജീവിതത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട്. ഇതിനിടെ ആനകൾ അക്രമാസക്തരാകുന്നു. ഇപ്പോൾ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന മേഖലയിൽ കാട്ടിക്കൂട്ടിയ കുഴപ്പങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എപ്പോൾ വേണമെങ്കിലും ഗണപതി തിരിച്ചെത്തും. ഇപ്പോൾ കപാലിയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. വന്യജീവി സംരക്ഷണം മാത്രം നോക്കുമ്പോൾ അതിരപ്പിള്ളി പഞ്ചായത്തിലെ മൊത്തം ജീവിതം കാടിന് സമാനമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. തുടർച്ചയായി 5-ാം ദിവസവും ഗതാഗതം തടയുന്ന കപാലിയുടെ പരാക്രമണം മൂലം ഗതാഗത നിയന്ത്രണം കൊണ്ടുവരാൻ വനം വകുപ്പ് ആലോചിക്കുകയാണ്. ഈ നീക്കങ്ങളെല്ലാം ബാധിക്കുന്നത് വിനോദസഞ്ചാര മേഖലയാണ്. ആനഭീഷണിയുടെ കുപ്രസിദ്ധിയിൽ ആളുകൾ മുഖം തിരിച്ചാൽ അത് വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയാകും. KSRTC നടത്തിക്കൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് ടൂറിസവും തടസ്സപ്പെടും. കപാലി അടക്കമുള്ള അതിരപ്പിള്ളിയിലെ ആനഭീഷണി തടയണമെന്നാണ് അതിരപ്പിള്ളിയിലെ ജനങ്ങളുടെ ആവശ്യം. TCV ന്യൂസ്, ചാലക്കുടി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെത്തിയ ബാബു എം പാലിശ്ശേരി മികച്ച നിയമസഭാ സാമാജികനായിരുന്നുവെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. അന്തരിച്ച മുൻ MLA ബാബു എം പാലിശ്ശേരിയുടെ കൊരട്ടിക്കരയിലെ വസതിയിലെത്തിയ സ്പീക്കർ നിയമസഭയുടെ അനുശോചനം അറിയിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. നിയമസഭാ സ്പീക്കറെ ബാബു എം പാലിശ്ശേരിയുടെ സഹോദരൻ M ബാലാജി, CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. നാല് ദിവസം നീണ്ടുനിൽക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. K രാധാകൃഷ്ണൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തെരുവുനായയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. ചെറുതുരുത്തിയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വെട്ടിക്കാട്ടിരി മൂലനിരപ്പിൽ ജെയ്സൺ എന്ന യുവാവിനാണ് തെരുവുനായയുടെ കടിയേറ്റത്. ബൈക്കിൽ വരികയായിരുന്ന യുവാവിന് നേരെ തെരുവുനായ ചാടുകയായിരുന്നു. പരിക്കേറ്റ യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെറുതുരുത്തി ഭാഗത്തു നിന്നും വീട്ടിലേക്ക് വരാറുന്നു. വീട്ടിലേക്ക് വരുന്ന സമയത്ത് കലാമണ്ഡലം ഭാഗത്ത് വെച്ചിട്ട് ഒരു തെരുവുനായ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയും അവിടെ വെച്ചിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് മറിയും. വണ്ടിയിൽ നിന്ന് മറിഞ്ഞിട്ട് എൻ്റെ ബോഡി ഫുള്ളായിട്ട് സ്ക്രാച്ച് വരികയും എൻ്റെ ഷോൾഡർ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. തെരുവുനായ കാരണം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് പഞ്ചായത്ത് എന്തെങ്കിലും ഒരു നിയമ നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരിയുടെ സ്മൃതി ദിനം പെരിഞ്ചേരി ALP സ്കൂളിൽ ആചരിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് മെമ്പർ സായ രാമചന്ദ്രൻ സ്മൃതി ദിനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ VK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മുല്ലനേഴി രാധാകൃഷ്ണൻ നമ്പൂതിരി, യുവ എഴുത്തുകാരി ആതിര അങ്കിരൻസ്, സംഗീത സംവിധായകൻ കലേഷ് പനമ്പയിൽ എന്നിവർ ചേർന്ന് കവി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. കല്ലൂർമന വാസുദേവൻ നമ്പൂതിരി, പ്രകാശൻ മാസ്റ്റർ, സജീവൻ തണ്ടാശ്ശേരി, പുഷ്പലത മുല്ലനേഴി തുടങ്ങിയവർ സംസാരിച്ചു.
ബോൺമാരോ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന കുട്ടികളുടെ ചികിത്സാ ഫണ്ട് സമാഹരണത്തിനായി കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 90ഓളം ബസ്സുകൾ കുന്നംകുളത്ത് സർവീസ് നടത്തി. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ KBTA രക്ഷാധികാരി M. ബാലാജി ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR. സന്തോഷ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ചൊവ്വന്നൂർ ചമ്മന്തിട്ട കാളിയേടത്ത് വീട്ടിൽ മനോജ് സുധ ദമ്പതികളുടെ മക്കളായ അവനികയും ആയുഷിനുമാണ് അസുഖബാധിതരായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇരുവരുടെയും ചികിത്സയ്ക്കായി 1.2 കോടി രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. സാധാരണ ജീവിതം നയിക്കുന്ന ഈ കുടുംബത്തിന് ആശുപത്രി ചെലവ് വഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് KBTA ചികിത്സാ സഹായത്തിനായി കാരുണ്യയാത്ര സംഘടിപ്പിച്ചത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ജീവിക്കാൻ സുമനസുകളുടെ കൈത്താങ്ങ് ആവശ്യമാണ്. മാള മേലടൂർ സ്വദേശി മേപ്പറമ്പിൽ സതീശന് ജീവൻ നിലനിർത്താൻ വൃക്കയും കരളും മാറ്റിവെക്കുന്നതിനുള്ള ശസ്ത്രക്രിയ നടത്തണം. വൃക്കയും കരളും നൽകാൻ ഭാര്യ സുനിത തയ്യാറായി പരിശോധനകൾ പൂർത്തിയാക്കിയെങ്കിലും ശസ്ത്രക്രിയ ചെയ്യുവാനുള്ള പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. 2 ശസ്ത്രക്രിയകൾക്കും തുടർ ചികിത്സകൾക്കും 50 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് നടത്തുകയാണ്. ഇനിയും വൈകിയാൽ ഇതുവരെ ചെയ്ത പരിശോധനകൾ വീണ്ടും വേണ്ടിവരുമെന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇവരെ സഹായിക്കാൻ നാട്ടുകാർ ചേർന്ന് ചികിത്സാ ധനസഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്യുമ്പോഴാണ് സതീഷ് അനാഥാലയത്തിൽ നിന്ന് സുനിതയെ വിവാഹം കഴിക്കുന്നത്. മേലടൂരിൽ താമസിക്കുമ്പോഴാണ് സതീഷിന് രോഗം ബാധിച്ചത്. ഇവർക്കുള്ള ചികിത്സാ ധനസമാഹരണത്തിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മേലടൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, മാള. മുല്ലശ്ശേരി പഞ്ചായത്ത് ജനകീയാസൂത്രണം വാർഷിക പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ഫർണിച്ചർ വിതരണം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ മിനി മോഹൻദാസ്, ഷീബ വേലായുധൻ, ശ്രീദേവി ഡേവിസ്, ശ്രീദേവി ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂരിൽ ഹൈടെക് അങ്കണവാടി കെട്ടിടം ഉദ്ഘാടന വേദിയിൽ മുഖ്യാതിഥിയായി എത്തിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെ സർപ്രൈസ് ഒരുക്കി നാട്ടുകാരുടെ സ്നേഹം. അങ്കണവാടിക്ക് കളക്ടേഴ്സ് ഡ്രീം എന്ന പേര് നൽകിയായിരുന്നു കളക്ടർക്ക് ആദരവ് നൽകിയത്. അരിമ്പൂർ അഞ്ചാങ്കല്ല് 16-ാം വാർഡിൽ 32 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഹൈടെക് അങ്കണവാടിയുടെ ഉദ്ഘാടന വേദിയിൽ അങ്കണവാടിക്ക് നാട്ടുകാരിട്ട പേര് ശ്രദ്ധയിൽപ്പെട്ട കളക്ടർ ആദ്യമൊന്ന് അമ്പരന്നു. പിന്നെ നാട്ടുകാരുടെ സ്നേഹത്തിനു മുൻപിൽ മനസ്സ് നിറഞ്ഞു. TN പ്രതാപൻ MP ആയിരുന്നപ്പോൾ 32 ലക്ഷം രൂപ പുതിയ അങ്കണവാടി കെട്ടിടം പണിയാൻ അനുവദിച്ചിരുന്നു. തുടർന്ന് അങ്കണവാടിയുടെ പണികൾ 1/4 ഭാഗം പൂർത്തിയായപ്പോൾ പ്രദേശവാസി അങ്കണവാടി ഇരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കമുന്നയിക്കുകയും വിഷയം കോടതി നടപടികളിലെത്തുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് അങ്കണവാടിയുടെ നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു. 2 മാസം മുൻപ് മനക്കൊടിയിൽ മറ്റൊരു അങ്കണവാടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കളക്ടറോട് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ വിഷയം ധരിപ്പിച്ചു. 25 വർഷമായി സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ മാറി മാറി പല സ്ഥലത്തായിരുന്നു അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത്. കളക്ടർ ഉടനെ തന്നെ സ്ഥലത്തെത്തി കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി വിവിധ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി തുടർ നടപടികളിലേക്ക് നീങ്ങി. 2 ആഴ്ച കൊണ്ട് അങ്കണവാടിയുടെ നിർമ്മാണം തുടരാനുള്ള സൗകര്യങ്ങൾ കളക്ടർ ചെയ്തു കൊടുത്തു. പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു സ്നേഹ സമ്മാനം ലഭിക്കുന്നത് ആദ്യമാണെന്ന് കളക്ടർ പറഞ്ഞു. നല്ല ഒരു AC ആയിട്ടുള്ള മോഡേൺ അംഗൻവാടിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. വന്നപ്പോഴാണ് വളരെ സർപ്രൈസ് ആയി പോയത്. കളക്ടേഴ്സ് ഡ്രീം അംഗൻവാടി എന്നാണ് എല്ലാവരും ചേർന്നിട്ട് അതിന് പേരിട്ടേക്കുന്നത്. വളരെ സന്തോഷം. അതിന് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് വളരെ സന്തോഷമായിട്ടാണ് തോന്നി. നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ഇടപെടാറുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേരായിട്ട് ഇങ്ങനെ ഇടുന്നത്.
പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ അങ്കണവാടി കളക്ടറുടെ ഇടപെടലിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്ക് വരും തലമുറകൾക്ക് ആ നല്ല പാഠം പകർന്നു നൽകുകയാണ് ഇങ്ങനെ പേര് നൽകിയതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് പറഞ്ഞു. മുരളി പെരുന്നെല്ലി MLA അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മുൻ MP TN പ്രതാപൻ താക്കോൽദാനവും നിർവഹിച്ചു. TCV തൃശൂർ. കുന്നംകുളം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാളും നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശയും വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശ കർമ്മം ശനിയാഴ്ച വൈകിട്ട് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിക്കും. നവംബർ 1-2 തീയതികളിലാണ് തിരുനാൾ. വാർത്താസമ്മേളനത്തിൽ ഫാദർ മാത്യൂസ് കെ ബർസൌമ, TI ഉല്ലാസ്, CK ബാബു, VI സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു. ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിച്ചു. പ്രദക്ഷിണം, പൊതുസദ്യ എന്നിവയും ഉണ്ടായിരുന്നു. വീട്ടുമുറ്റത്ത് വച്ചിരുന്ന സൈക്കിൾ മോഷണം പോയി. ബുധനാഴ്ച തിരുവത്ര പുതിയറ പുന്ന റോഡിൽ ഇളയടത്ത് ഷാഫിയുടെ വീട്ടിൽ നിന്നാണ് സൈക്കിൾ മോഷണം പോയത്. രാവിലെ വീട്ടുകാർ പുറത്തുപോയി തിരിച്ചു വന്നപ്പോഴാണ് സൈക്കിൾ മോഷണം പോയതായി അറിഞ്ഞത്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. കണ്ടുകിട്ടുന്നവർ 9846 572020 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. തിരുവില്ലാമല പട്ടിപ്പറമ്പ് അരക്കമല കോളനി മണികണ്ഠന്റെ ഭാര്യ ലതികയാണ് തുടർ ചികിത്സയ്ക്ക് സഹായം തേടുന്നത്. ഇടുപ്പുവേദനയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് രോഗം ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ചികിത്സയ്ക്കായി തിരുവനന്തപുരം RCCയിലെത്തിച്ചു. ഇവരുടെ ഭർത്താവ് മണികണ്ഠൻ കൂലിപ്പണിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് മണികണ്ഠനും ഭാര്യ ലതികയും 7 വയസ്സുകാരിയായ മകളും അടങ്ങുന്ന കുടുംബം ഉപജീവനം കഴിച്ചിരുന്നത്. RCCയിൽ ചികിത്സയിൽ കഴിയുന്ന ലതികയ്ക്ക് ഇപ്പോൾ പരസഹായമില്ലാതെ നടക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയില്ല. മരുന്നിനും തുടർ ചികിത്സയ്ക്കും വീട്ടുചെലവുകൾക്കുമുള്ള പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് നിർധന കുടുംബം. ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. തങ്ങളുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കി സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം. TCV ന്യൂസ്, തിരുവില്ലാമല. വള്ളത്തോൾ നഗർ INTUC തൊഴിലാളി സ്ഥാപക നേതാവ് M. മുരളീധരന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം മുതിർന്ന കോൺഗ്രസ് അംഗം KA ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ OU ബഷീർ, തമ്പി മണി, കൈപ്പറ മാധവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ മുഴുവൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന നഗരസുരക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗത്തിൽ തീരുമാനമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭദ്രം പദ്ധതിയുടെ ഭാഗമായുള്ള 10 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം ജില്ലാ സെക്രട്ടറി KI നജാഹ് നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, വനിതാ വിംഗ് സംസ്ഥാന ട്രഷറർ ഷൈന ജോർജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെയും നഗരസഭാ പാർലമെന്ററി പാർട്ടിയുടെയും നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്കെതിരെ കുറ്റപത്ര സമർപ്പണവും ജനകീയ വിചാരണയും സംഘടിപ്പിച്ചു. ഓട്ടുപാറയിൽ നടന്ന പ്രതിഷേധ പരിപാടി UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് SAA ആസാദ് കുറ്റപത്ര സമർപ്പണം നടത്തി.
KPCC മെമ്പർ KK കുച്ചുമുഹമ്മദ്, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, DCC ജനറൽ സെക്രട്ടറിമാരായ NR സതീശൻ, ഷാഹിദ റഹ്മാൻ, UDF ചെയർമാൻ NA സാബു തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. SI വൈശാഖ് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബിനു വിപിൻ, സ്കൂൾ പ്രധാനാധ്യാപിക റസിയ, അധ്യാപകരായ തങ്കമണി, NSS പ്രോഗ്രാം ഓഫീസർ DK അരുണോദയ തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിടം വാടകയ്ക്കെടുത്ത് ഫർണിച്ചർ നിർമ്മിച്ച് വിൽപ്പന നടത്തി ജീവിക്കുന്നയാളുടെ യൂണിറ്റ് അടച്ചുപൂട്ടാൻ അവണിശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ നോട്ടീസിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത. ഫർണിച്ചർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് കാരണം പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന പരാതിയെക്കുറിച്ച് അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടറും മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറും അന്വേഷണം നടത്തി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഫർണിച്ചർ യൂണിറ്റ് നടത്താൻ കെട്ടിട ഉടമയുടെ അനുമതിയില്ലെന്നും യൂണിറ്റ് പരിസര മലിനീകരണത്തിന് ഇടയാക്കുന്നു എന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യൂണിറ്റ് അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് മെമ്മോ നൽകിയത്. ഭാര്യയെ അസഭ്യം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയായ ഒല്ലൂർ കുട്ടനെല്ലൂർ സ്വദേശിയായ പൊന്നമ്പലത്ത് വീട്ടിൽ കുട്ടിയമൽ എന്ന് വിളിക്കുന്ന അമലിനെയാണ് മണ്ണുത്തി പോലീസ് ഇടുക്കിയിൽ നിന്നും പിടികൂടിയത്. ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാളിന് വിശ്വാസികളുടെ പ്രവാഹം തുടങ്ങി. തിരുനാളിനോടനുബന്ധിച്ച് ദൈവാലയ സമുച്ചയം വൈദ്യുത ദീപാലങ്കൃതമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. മാലാഖയുടെ ദാസീദാസൻ സമർപ്പണം, വള സമർപ്പണം എന്നിവ ഭക്തിസാന്ദ്രമായി. വ്യാഴാഴ്ച വൈകിട്ട് 4 നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. സ്വന്തം നാട്ടിലെ സാധ്യതകൾ തിരിച്ചറിയാതെ അറിവ് തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത കുറയ്ക്കണമെന്ന് ബെന്നി ബെഹനാൻ MP അഭിപ്രായപ്പെട്ടു. MES അസ്മാബി കോളേജിൽ സംഘടിപ്പിച്ച ദ്വിദിന ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറ സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ മാനവിക വിഷയങ്ങൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സനന്ദ് C സദാനന്ദ്, MES തൃശൂർ ജില്ലാ സെക്രട്ടറി PK മുഹമ്മദ് ഷമീർ, ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയുടെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അനന്തമായ സാധ്യതകളും അതിൻ്റെ അറിവും നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് സ്വാഭാവികമായും ഇത്തരം ഒരു സംരംഭം. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
സ്വർണം ഗ്രാമിന് 11,540 രൂപ, പവന് 92,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ഭരണഘടനാ ലംഘനങ്ങളെ ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യമാണ് രാജ്യത്തിനുള്ളതെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഭരണഘടനയ്ക്ക് രാജ്യത്തിന്റെ ജനിതക ഘടനയുണ്ടെന്നും സ്പീക്കർ. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയതായി ആക്ഷേപം. കർണംകോട്ട് ബസാർ സ്വദേശി മുസ്തഫയാണ് ജീവനൊടുക്കിയത്. കോടശ്ശേരി ചെമ്പൻകുന്നിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. വടക്കേക്കര വീട്ടിൽ ലിൻഡോ ജോർജാണ് തൂങ്ങി മരിച്ചത്. മാള വലിയപറമ്പിൽ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിൽ മോഷണം. നവരത്നം ജ്വല്ലറി വർക്സിലാണ് മോഷണം നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായ വിളക്കാഘോഷം നവംബർ 1 തുടങ്ങും. ഒരു മാസക്കാലം ക്ഷേത്രനഗരി ഉത്സവ ലഹരിയിലാകും. കുന്നംകുളം പുതുശ്ശേരിയിൽ പഞ്ചായത്ത് കുളത്തിൽ വീണ യുവാവ് മുങ്ങി മരിച്ചു. ചൂണ്ടൽ സ്വദേശി കുട്ടനാണ് മരിച്ചത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.